നമസ്കാരം ഡാകുഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കണ്ട ഈ ഒരു വീഡിയോ ഡാവിഞ്ചി റിസോൾവിൽ ഫ്യൂഷൻ ഇല്ലാതെ എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം അല്ലെ. ഫ്യൂഷനിൽ ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ FCBയുടെയും പ്രീമിയറിൻ്റെയും വീഡിയോസ് ചെയ്തിട്ടുണ്ട്, എല്ലാ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതുപോലെ ഈ ഫുട്ടേജ് ലിങ്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അത് തന്നെ ഞാൻ ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ക്ലിപ്പിനെ ഇതിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം. ഇത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇങ്ങനെയാണ് ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ബേസിക്കലി നമ്മൾ പറഞ്ഞുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഈ ഒരു ക്ലിപ്പിനെ ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ എന്തെങ്കിലും ഒന്ന് എഴുതണമല്ലേ, അതിന് ടെക്സ്റ്റ് ലെയറിനെ അതിലേക്ക് ആഡ് ചെയ്യാണ്. നമുക്ക് മേലെ എഫക്റ്റ് എന്നുള്ളൊരു പാനലുണ്ട്, അത് ഓഫ് ആണെങ്കിൽ ഓൺ ചെയ്യുക. അതിൽ താഴെ വന്നു കഴിഞ്ഞാൽ ടൈറ്റിൽസ് കാണാൻ പറ്റും. ടൂൾ ബോക്സിൻ്റെ ഉള്ളിലായിട്ട് ടൈറ്റിൽസ് കാണാൻ പറ്റും. ഈ ടൈറ്റിൽസിൻ്റെ അകത്തുനിന്ന് ഒരു ബേസിക് ടൈറ്റിൽ, ഏതെങ്കിലും ഒരു ബേസിക് ടൈറ്റിൽ ഇതിലേക്ക് ആഡ് ചെയ്തു. പിന്നെ ഇതിന് എന്തെങ്കിലും ഒരു പേര് കൊടുക്കണം. അപ്പോൾ ഞാനിത് ഡാർക്ക് വോൾഫ് എന്നുള്ളൊരു പേര് കൊടുക്കുകയാണ്. നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ കൊടുത്തു. ഇനി അതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെക്കാം കേട്ടോ. ഇത്ര വലിപ്പം വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ ഫോണ്ടിൻ്റെ സ്റ്റൈലൊക്കെ ഇവിടെ നമുക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഈ ഒരു ഫോണ്ട് ഇതിലേക്ക് ആഡ് ചെയ്തു. ഇതാണ് നമ്മൾ ഡാർക്ക് വോൾഫിൻ്റെ ഫോണ്ട് അല്ലേ, ആ ഒരു ഫോണ്ട് ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി എനിക്കിതിൽ അറേഞ്ച് ചെയ്ത് താഴേക്ക് വെക്കണം. അതിന് വേണ്ടി എന്താണെന്ന് അറിയാം, ഈ ഒരു ആരോ മാർക്ക് ഉണ്ടാവും. ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് ട്രാൻസ്ഫോം എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. എങ്ങനെയാലും ഇത് ഇനേബിൾ ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഇതിനെ അറേഞ്ച് ചെയ്ത് ഞാനിതാ ഇവിടേക്ക് സെറ്റാക്കി വെച്ചു. ഓക്കെ അല്ലേ. ഇനി ഇതിനെ ഓഫ് ചെയ്യാം. ഈ താഴെ കാണുന്ന ലെയറിലെ, അതായത് നമ്മുടെ ഈ വീഡിയോയുടെ ഫസ്റ്റ് ലെയറിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓപ്ഷൻ ബട്ടണ് വിൻഡോസിലാകുമ്പോൾ ആൾട്ട് ബട്ടണ് പ്രസ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്ത് പിടിച്ച ശേഷം ഈ ഒരു ലെയറിനെ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് മൂന്നാമത്തെ ലെയറിലേക്ക്, അതായത് ടെക്സ്റ്റിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ടെക്സ്റ്റ് ലെയർ ഹൈഡ് ആയിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു ലെയർ അപ്പിയർ ആയിട്ടുണ്ടാവും അല്ലേ. ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ മായ്ക്കാൻ പറ്റും. ആ രണ്ട് രീതിയും കാണിച്ചു തരാം. ആദ്യത്തെ ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എഫക്റ്റിൻ്റെ അകത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എഫക്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ എഫക്ട്സ്, അതിൻ്റെ താഴെയായിട്ട് ഓപ്പൺ എഫക്ട്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓപ്പൺ എഫക്ട്സ് കേട്ടോ. അതിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. ലൂമ എന്നൊന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ലൂമ കിയർ എന്നൊരു കിയറിൻ്റെ അവിടെ കാണാൻ പറ്റും. ഈ ലൂമ കിയർ ഡ്രാഗ് ചെയ്ത് മുകളിലുള്ള ലെയറിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ, കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഇനി ഈ ഒരു ഐക്കണാണെന്ന് കൺഫേം ആക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വന്ന പോലെ ഈ ഐക്കണിൽ വരിക. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത ശേഷം താഴെ ഓപ്പൺ എഫക്ട്സ് ഓവർലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യാം. മസ്റ്റാണ്, അത് ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ ഇത് വർക്ക് ആവില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഒന്നിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ കണ്ടോ, അവിടെ സെലക്ട് ചെയ്ത ഭാഗങ്ങൾ മാറിയിട്ട് പുതിയൊരു ലെയർ അപ്പിയർ ആയിട്ട് വന്ന് ഒന്നുകൂടെ വേണമെങ്കിൽ കാണിച്ചു തരാം. നോക്കിക്കോ, ഈ ഒരു ഭാഗം ഞാൻ റീസെറ്റ് ചെയ്തു. എന്നിട്ട് ഈ താഴെ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തപ്പോൾ ഇത്രയും മതിയെങ്കിൽ ഇത്രയും സെലക്ട് ചെയ്ത് അവിടെ വെക്കുക. ഇപ്പോൾ ആക്ച്വലി എന്ത് സംഭവിച്ചതെന്ന് അറിയോ, താഴെ ലെയർ ഞാൻ ഹൈഡ് ചെയ്ത് കാണിച്ചിട്ട് താഴത്തെ ലെയർ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ എനേബിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല, അത് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഈ ഭാഗം നമ്മൾ മുകളിലത്തെ ഈ ലെയറിൻ്റെ അകത്തുനിന്ന് മണലിൻ്റെ ഭാഗം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാണ്. അപ്പോൾ ആ ഡിലീറ്റ് ചെയ്ത ഭാഗത്തേക്ക് ടെക്സ്റ്റ് കാണും. പിന്നെ മണൽ കാണുന്നത് എങ്ങനെയാണ്, വീണ്ടും ഇതിനെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ താഴെയുള്ള ലെയറിലെ മണലാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയേ. അപ്പോൾ ആ ഒരു നീല കളർ ഇവിടേക്ക് വരുന്ന സമയത്ത് എന്താവും, അവിടെ മാസ്ക് ഇല്ലാതെ പോകും. അപ്പോൾ എഫക്റ്റ് മായിഞ്ഞു പോകും. കണ്ടോ, ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റെഡി ആക്കണമെങ്കിൽ ല്യൂമയിൽ തന്നെ വരിക. ല്യൂമയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇൻസ്പെക്ടറിൻ്റെ അകത്ത് എഫക്റ്റിൽ വരിക, അതായത് മുകളിലത്തെ ലെയറിൽ കേട്ടോ. അതിൻ്റെ എഫക്റ്റിൻ്റെ അകത്ത് ഇവിടെ നമുക്ക് ഒന്നും കൂടെ ഓപ്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മെയ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ മെയ്റ്റിൻ്റെ അകത്ത് ടെക്സ്റ്റിനെ കണ്ടോ, താഴേക്ക് ഏകദേശം ഈ വൈറ്റ് ക്ലിപ്പിനെ കുറച്ച് ബാക്കോട്ട് കൊണ്ടുവരിക. ഇതൊക്കെ നിങ്ങൾ ചെയ്തു വെക്കട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ മാക്സിമം രസകരമായിട്ട് കിട്ടുന്നത് വെച്ചാൽ അതേപോലെ എഫക്റ്റ് സെറ്റ് ആക്കിയാൽ കണ്ട. ഇതാണ് ആദ്യത്തെ മെത്തേഡ്. ഇനി ഇതിനേക്കാളും എഫക്റ്റീവും കുറച്ചുകൂടെ ഭംഗിയുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ലൂമ കിയർ തൽക്കാലം ഡിലീറ്റ് ചെയ്യണം. ഇവിടുന്ന് വീണ്ടും ഈ ഫസ്റ്റ് ലെയറിലേക്ക് വേറൊരു എഫക്റ്റ് ആഡ് ചെയ്യാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഫക്റ്റിൽ വന്നിട്ട് ഓപ്പൺ എഫക്ട്സിൽ വന്നിട്ട് ലൂമ എന്നുള്ളത് ഇവിടെ മാറ്റിയിട്ട് അവിടെ 3D എന്നുള്ളൊരു കിയറിനെ ആഡ് ചെയ്യാൻ വേണ്ടി. 3D കിയർ എനിക്ക് തോന്നുന്നത് ഡാവിഞ്ചി റിസോൾവ് സ്റ്റുഡിയോ വേർഷനിൽ മാത്രമേ ഉണ്ടാവുള്ളതാണ്. നിങ്ങൾ ചെക്ക് ചെയ്യുക കേട്ടോ. നോർമൽ വേർഷൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ചെക്ക് ചെയ്യുക. സ്റ്റുഡിയോ വേർഷൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു കിയറിനെ ഇവിടേക്ക് ആഡ് ചെയ്യുക. ഇവിടെ ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഈ വീഡിയോന്ന് എഫക്ട്സിൻ്റെ അകത്തേക്ക് വരിക. ഈ ഫസ്റ്റ് കാണുന്ന ഈ സംഭവം എടുത്തിട്ട് താഴെയുള്ള ലെയറിനെ വേണമെങ്കിൽ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഡിസേബിൾ ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് ഇവിടെ മുകളിലത്തെ ലെയറിൽ സെലക്ട് ചെയ്യുക, എഫക്റ്റിൽ വരിക, ഇത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ട, ഇനി വേണമെങ്കിൽ നമുക്ക് അൺഹൈഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ലെയർ വരുന്നതിന് മുന്നേ മായിഞ്ഞു കൊണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം, നമുക്ക് താഴത്തെ ലെയറിനെ വീണ്ടും ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ച ശേഷം ഒന്നുകൂടെ ഒന്ന് എഫക്റ്റ് കയറ്റാം. ലെറ്റർ വരുന്നവരെ ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ വെച്ച ശേഷം ഈ ഒരു ഭാഗത്തൊക്കെ അല്ലേ പ്രശ്നം വരുന്നത്. അപ്പോൾ വീണ്ടും എഫക്ട്സിൽ വന്നിട്ട് ഇത് തന്നെ ക്ലിക്ക് ചെയ്യരുത്. ഇവിടെ പ്ലസ് ബട്ടൺ കണ്ടോ, പ്ലസ് ബട്ടൺ എടുക്കുക. ഈ ഒരു 3D കിയറിനെ പ്ലസ് ബട്ടൺ എടുക്കുക. എന്നിട്ട് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് മായ്ച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. വി അടിക്കുക.
ഫ്യൂഷൻ യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഫ്യൂഷനിൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഈ എഫക്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിനേക്കാളും ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഫ്യൂഷൻ്റെ അകത്ത് കൺഫ്യൂഷൻ ഒന്നും വരാനില്ല. അത്രയും സിമ്പിളായിട്ട് ബേസിക് അറിയാത്തവർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ ആ വീഡിയോ ചെയ്തേക്കുന്നത്. അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.